This call is now being recorded. Okay. So next we can design a Turing machine. So write down the question. That is, first of all, we will write down the question. Design the Turing machine. Design the Turing machine for the language. Design the Turing machine for the language a raised to n, b raised to n, where n greater than or equal to 1. So first of all we have to check the language a raised to n, b raised to n. നമ്മൾ ഡിസൈൻ ചെയ്യാൻ പറയുന്ന ട്യൂറിംഗ് മെഷീനാണ് ഡിസൈൻ ചെയ്യാൻ പറയുന്നത്. സോ ഇത് ഏതായിരിക്കും സ്ട്രിങ്സ് ആക്സെപ്റ്റ് ചെയ്യുന്ന സ്ട്രിങ്സ് ഏതൊക്കെയായിരിക്കും? എ റേസ് ടു എൻ മീൻസ് വി ക്യാൻ ഹാവ് ഈക്വൽ നമ്പർ ഓഫ് എസ് ആൻഡ് ഈക്വൽ നമ്പർ ഓഫ് ബീസ് വിൽ ബി ആക്സെപ്റ്റഡ്. ഓക്കെ, so we suppose we are taking an example string as a b b. Sorry, this is our string a അല്ലെങ്കിൽ a നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. a b b ഞാൻ ഒരു എക്സാമ്പിൾ സ്ട്രിങ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു, ഇൻപുട്ട് സ്ട്രിങ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, so in case of a Turing machine, we have discussed in the last class that we will have an input tape. ഒരു input tape exist ചെയ്യല്ലോ. This will be our input tape. So input tape will consist of the string a b b. Okay, and rest of the portion of the input string will be എന്തായിരിക്കും? ട്രസ്റ്റ് ബാക്കിയുള്ള പോർഷൻസ് നമ്മൾ എന്ത് വെച്ചിട്ടാണ് അലോട്ട് ചെയ്തത്? ബ്ലാങ്ക് സ്പേസ് വിൽ ബി ഇൻസേർട്ടഡ്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള സ്പേസിൽ ബ്ലാങ്ക് സിമ്പിൾ ആയിരിക്കും ഉണ്ടാവുക. ദെൻ ബാക്കി ഇൻപുട്സ് എവിടെയാണുള്ളത് അത്രയും മാത്രം നമുക്ക് എസ് ആൻഡ് ബീസ് ഉണ്ടാവും. ഓക്കെ, സോ ദിസ് വിൽ ബി അവർ ഇൻപുട്ട് ടേപ്പ്, അല്ലെങ്കിൽ നമ്മുടെ ടേപ്പ് ഉണ്ടാവും. സോ നെക്സ്റ്റ് നമ്മൾ ട്യൂറിംഗ് മെഷീൻ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് what we have to check is we have to start from the first input symbol. First input symbol എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എനെ കണ്ടു കഴിഞ്ഞാൽ വി ഹാവ് ടു റീപ്ലേസ് എ വിത്ത് എക്സ്. വേറെ ഒരു സിമ്പിൾ വെച്ച് റീപ്ലേസ് ചെയ്യുക. അതായത് നമുക്ക് എന്താ ചെയ്യേണ്ടത്? എ റേസ് ടു എൻ, ബി റേസ് ടു എൻ ഫോമാണ് വേണ്ടത് അല്ലേ? എ റേസ് ടു എൻ, ബി റേസ് ടു എൻ ആവുമ്പോൾ വി മസ്റ്റ് കൗണ്ട് ദ നമ്പർ ഓഫ് എസ് ആൻഡ് നമ്പർ ഓഫ് ബീസ്. Suppose if I am giving 2 A's, then here we must have 2 B's. അല്ലേ? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വി ആർ റീപ്ലേസിങ് എ വിത്ത് എക്സ്. ഒരു എപ്പോഴൊക്കെയാണോ എ ഫൈൻഡ് ചെയ്യുന്നത് ആ എനെ നമ്മൾ എന്ത് ചെയ്യണം? എക്സ് വെച്ച് റീപ്ലേസ് ചെയ്യണം. ആൻഡ് ഇഫ് യു ആർ ഫൈൻഡിങ് ബി, വി ഹാവ് ടു റീപ്ലേസ് ഇറ്റ് വിത്ത് വൈ. നമുക്ക് ഈ സിമ്പിൾ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. എക്സ് വൈ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഏത് സിമ്പിൾ വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, സോ here I am replacing a with x and b with y. Okay, so next part we have to check is, first we are taking the input a, and first if we find an a, we have to replace this a with x. ഈ a നെ x വെച്ച് ഞാൻ replace ചെയ്യണം. Okay, concept is like this. ആദ്യം input symbol consider ചെയ്യാം. input symbol consider ചെയ്യുമ്പോൾ first if we found an a, we have to replace it with the x symbol, and next we have to move on till we find a b. ഒരു പ്രാവശ്യം എനെ എക്സ് വെച്ച് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റിലോട്ടേക്ക് മൂവ് ചെയ്യുക. റൈറ്റിലോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? എപ്പോഴാണോ ബി ഫൈൻഡ് ചെയ്യുന്നത് അത്രയും ടൈം നമ്മൾ എന്ത് ചെയ്യുക? റൈറ്റിലോട്ടേക്ക് മൂവ് ചെയ്ത് പോവാം. ഓക്കെ, then if we find a b, we have to replace it with ഏത് വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്യേണ്ടത്? y വെച്ചിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആദ്യം എ വന്നു, എനെ എക്സ് വെച്ച് റീപ്ലേസ് ചെയ്തു. ഇതുപോലെ ഞാൻ ഇവിടെ എഴുതാം. എ ബി ബി ആണ് നമ്മൾ കൺസിഡർ ചെയ്തത്. സോ ഫസ്റ്റ് വി ആർ ചെക്കിംഗ് ദ ഇൻപുട്ട് എ. സോ വി ആർ റീപ്ലേസിങ് എ വിത്ത് എക്സ്. ദെൻ ഇതുപോലെയായി. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് വി വിൽ മൂവ് ഓൺ ടു ദ റൈറ്റ് ഹാൻഡ് സൈഡ് ടിൽ വി ഫൈൻഡ് എ ബി. അപ്പം ബി ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ബിനെ വൈ വെച്ച് റീപ്ലേസ് ചെയ്യുക. സോ വി വിൽ ഗെറ്റ് എക്സ്, എ, വൈ ആൻഡ് ബി. ഓക്കെ, സോ നെക്സ്റ്റ് ഈ ബിനെ വൈ വെച്ച് റീപ്ലേസ് ചെയ്തു. നെക്സ്റ്റ് ആഫ്റ്റർ ദാറ്റ് വി ഹാവ് ടു മൂവ് ഓൺ. അതായത് ഇതിൻ്റെ അകത്ത് ഇനി ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ? റൈറ്റിലോട്ടേക്ക് മൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താ വേണ്ടത്? ഒരു എ വന്നപ്പോൾ അവിടെ ഒരു ബി നമുക്ക് കിട്ടി അല്ലേ? നമുക്ക് ഈക്വൽ നമ്പർ ഓഫ് എ ആൻഡ് ബി ആണ് ചെക്ക് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് നമ്മൾ ഒരു എനെ റെക്കഗ്നൈസ് ചെയ്തപ്പോൾ റൈറ്റിലോട്ട് മൂവ് ചെയ്തപ്പോൾ ഒരു ബീനെ കണ്ടപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തത്? വി ഹാവ് റീപ്ലേസ്ഡ് ഇറ്റ് വിത്ത് ദ സിമ്പിൾ വൈ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്താൽ മതി? ലെഫ്റ്റിലോട്ടേക്ക് ഒരു വൈ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ മൂവ്
ടുവേർഡ്സ് ലെഫ്റ്റ് അല്ലേ. എത്ര വരെ മൂവ് ചെയ്യണം? അൺടിൽ വി ഫൈൻഡ് എൻ എക്സ് കാണുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക? ലെഫ്റ്റിലോട്ടേക്ക് മൂവ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു പൊസിഷനിലാണുള്ളത്, എക്സ് എ വൈ ബി ആണുള്ളത്. സോ നമ്മളിവിടെ തിരിച്ച് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് എക്സ് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? റൈറ്റിലോട്ടേക്ക് മൂവ് ചെയ്തിട്ട് അടുത്ത സിമ്പിൾ ഏതാണെന്ന് ചെക്ക് ചെയ്യുക. ഇനി എക്സ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത എനെ എക്സ് വെച്ച് റീപ്ലേസ് ചെയ്യാം. Okay, next we have to move on to the right hand side. Okay, and if we find y, then we have to move towards the right hand side. അതായത് y കണ്ടു കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ എന്താ നോക്കേണ്ടത്? അടുത്തതൊരു b ആണോ നോക്കണം. b ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ bനെ അഗെയിൻ y വെച്ച് റീപ്ലേസ് ചെയ്യാം until b reaches a blank symbol. നമുക്ക് ഈ ബ്ലാങ്ക് വരുന്നത് വരെയാണ് നമ്മൾ ഇതുപോലെ ചെയ്ത് പോകേണ്ടത്. ക്ലിയർ ആണോ കൺസെപ്റ്റ്? The concept is clear? ഇനി ഞാനിവിടെ ട്രാൻസിഷൻ കൺസെപ്റ്റ് ക്ലിയർ ആയില്ലെങ്കിൽ പറയണം. ട്രാൻസിഷൻ ഡയഗ്രാം വരക്കാൻ പോവാണ്. സോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. സോ ക്ലിയർ ആണോ? ഇസ് ഇറ്റ് ക്ലിയർ? Okay, suppose we are starting with Q0. Q0 is our initial state. We will start from Q0. Doubt and ആർക്കെങ്കിലും? So if we find an A, നമ്മൾ ഫസ്റ്റ് കേസ് എന്താ ചെയ്യുന്നത്? We are starting from the input symbol A. എയിൽ സ്റ്റാർട്ട് ചെയ്ത് if we find an A, Q0യിൽ A ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? We have to replace it with the X ആണ് റീപ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ A ആണ് നമ്മൾ ഇൻപുട്ട് സിമ്പിൾ. then bar കൊടുക്കുക. then we have to replace it with x and we have to move to the right hand side. ഇതൊക്കെ നമ്മൾ ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്തതാണ് എങ്ങനെയാണ് ലേബിൾ വരുന്നതെന്നൊക്കെ. അപ്പോൾ ആദ്യം ഇൻപുട്ട് സിമ്പിൾ എനെ കൺസിഡർ ചെയ്യുന്നു, then we are replacing it with the x symbol and then we are moving towards the right hand side. ഇതിനെ നമുക്ക് ഒന്നിക്ക് a bar x, r എന്ന് കൊടുക്കാം, ഇല്ലെങ്കിൽ a, x, r എന്ന് കൊടുക്കാം. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാലും എല്ലാം സെയിം ആണ്. അല്ലെങ്കിൽ a ഇംപ്ലൈസ് x, r ഇങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഏത് ഓപ്ഷൻസ് വേണമെങ്കിലും കൊടുക്കാം. ഞാൻ ഇവിടെ ഫോളോ ചെയ്യുന്നത് ഈ ഒരു ഓപ്ഷൻ ആണ്. So I am taking the input symbol A, we are replacing it with the x and we are moving towards the right hand side. അപ്പോൾ ഇവിടെ എത്തി. നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ എത്ര വരെയാണ് മൂവ് ചെയ്യേണ്ടത്? until we find a B അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് A ആക്സെപ്റ്റ് ചെയ്തപ്പോൾ പുതിയ സ്റ്റേറ്റിലോട്ടേക്ക് നമ്മൾ എത്തി. കാരണം അവിടെ എക്സിനെ റീപ്ലേസ് ചെയ്തു, പുതിയ സ്റ്റേറ്റിലോട്ടേക്ക് എത്തി. ഇനി എന്താ ചെയ്യേണ്ടത്? അതിനുശേഷം നമ്മൾ എപ്പോഴാണോ B ഫൈൻഡ് ചെയ്യുന്നത് അല്ലേ, if we find a B from the other state, we have to replace it with y and we have to move toward the left hand side. നമ്മൾ പറഞ്ഞിട്ടുണ്ട് y കണ്ടു കഴിഞ്ഞാൽ പിന്നെ റൈറ്റിലോട്ടേക്ക് മൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടത്? we have to count the a അല്ലേ. a ഇപ്പോൾ ഒരു എയും ഒരു ബിയും കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത എ ഉണ്ടോന്നാണ് നോക്കേണ്ടത്. അപ്പം we have to move towards the left hand side. അതുകൊണ്ടാണ് ഇവിടെ ലെഫ്റ്റ് കൊടുത്തത്. ഓക്കെ, കൺഫ്യൂസ് ആവരുത്. then we will reach at the സ്റ്റേറ്റ് Q2ലോട്ടേക്ക് എത്തി. ഇനി Q2ലോട്ടേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടി നോക്കുക. ഫസ്റ്റ് എ ഫൈൻഡ് ചെയ്തപ്പോൾ we have replaced it with x and we have moved towards the right hand side and we have find the y അല്ല, ബി കാണുന്നത് വരെ പോയി ബീനെ റീപ്ലേസ് ചെയ്ത് y ആക്കി. ഇവിടെ നടക്കുന്നത് എന്താ? we are moving on to the right hand side. so right hand side ഒരു പ്രാവശ്യം എ കണ്ടു കഴിഞ്ഞാൽ അതിനെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ we can എത്ര നമ്പർ ഓഫ് എസ് വന്നു കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, റീപ്ലേസ്മെന്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക, ആ എ ആസ് സച്ച് വെക്കുക. അതാണ് ഇവിടെ പറഞ്ഞത്. ഇഫ് യു ഫൈൻഡ് എൻ എ, ഒരു പ്രാവശ്യം എ കണ്ടു, എനെ എക്സ് വെച്ച് റീപ്ലേസ് ചെയ്തു, റൈറ്റിലോട്ടേക്ക് മൂവ് ചെയ്ത് നെക്സ്റ്റ് എ ഫൈൻഡ് ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യണം? റീപ്ലേസ്മെന്റ് ഒന്നും നടത്തണ്ട, എ തന്നെ മതി. അതാണ് ഇവിടെ കാണിച്ചത് എ ബാർ എ, ആർ. വി ഹാവ് ടു മൂവ് ടുവേർഡ്സ് ദ റൈറ്റ് ഹാൻഡ് സൈഡ്. എഗെയിൻ നമ്മൾ എന്ത് ചെയ്തു? അടുത്ത എ കണ്ടു കഴിഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ടേക്ക് മൂവ് ചെയ്തു. പിന്നെയാണ് നമ്മൾ ബി ഫൈൻഡ് ചെയ്താലാണ് ബിനെ വൈ വെച്ച് റീപ്ലേസ് ചെയ്യുന്നത്. റൈറ്റ്. ഇനി ഇവിടെ എന്താ വരിക? ഇവിടെ ഒരു കാര്യം കൂടി വരും. അറ്റ് സപ്പോസ് ഐ ഹാവ് ദ സ്ട്രിങ് ലൈക്ക് ദിസ് എ എ എ ബി ബി ബി. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം ഈ എനെ എക്സ് വെച്ച് റീപ്ലേസ് ചെയ്തു. ഐ ഹാവ് മൂവ്ഡ് ടിൽ ബി ആൻഡ് ഐ ഹാവ് റീപ്ലേസ്ഡ് ദിസ് ബി വിത്ത് വൈ വെച്ച് റീപ്ലേസ് ചെയ്തു. എഗെയിൻ ഞാൻ ലെഫ്റ്റിലോട്ടേക്ക് പോയി. ലെഫ്റ്റിലോട്ടേക്ക് പോകുമ്പോഴെന്താവുക? ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ടേക്ക് തിരിച്ചു പോകുന്ന സമയത്ത്
അതായത് ലെഫ്റ്റിലോട്ടേക്ക് പോകാന്ന് പറഞ്ഞാൽ ഒന്ന് ലെഫ്റ്റ് സെല്ലിലോട്ടേക്ക് പോവുകയാണ് ചെയ്യുക അല്ലേ. സോ വെൻ വി ഫൈൻഡ് ആൻ എ വാട്ട് വി ഹാവ് ടു ഡു, വി ഹാവ് ടു റിമെയിൻ ആസ് സച്ച് ആൻഡ് വി ഹാവ് ടു മൂവ് ടുവേർഡ്സ് ദ ലെഫ്റ്റ്. എഗെയിൻ എ കണ്ടു കഴിഞ്ഞാൽ ലെഫ്റ്റിലോട്ടേക്ക് മൂവ് ചെയ്യുക. അപ്പോൾ നമ്മൾ എവിടെയാണുള്ളത്? Q2ലാണുള്ളത്. ഇഫ് വി ഫൈൻഡ് ആൻ എ, അതായത് ബി കണ്ടു, റീപ്ലേസ് ചെയ്തു വിത്ത് വൈ ആൻഡ് വി ഹാവ് മൂവ് ടുവേർഡ്സ് ലെഫ്റ്റ്. ആൻഡ് ലെഫ്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ എന്താ കണ്ടത്? എ ആണ് കണ്ടത്. സോ വി ഹാവ് ടു എന്താ ഒരു ചേഞ്ചസ് ഒന്നും വരുത്തേണ്ട, എന്ത് തന്നെ ചെയ്താൽ മതി, വി ക്യാൻ മൂവ് ടുവേർഡ്സ് എഗെയിൻ ലെഫ്റ്റിലോട്ടേക്ക് തന്നെ മൂവ് ചെയ്യുക. അടുത്ത സിമ്പിൾ നോക്കി, അടുത്ത സിമ്പിൾ നോക്കുമ്പോഴും എന്താണ്, അടുത്തത് എ ആണെങ്കിൽ എഗെയിൻ നമ്മൾ എന്ത് ചെയ്യണം? ലെഫ്റ്റിലോട്ടേക്ക് മൂവ് ചെയ്യണം. അത് എത്ര പ്രാവശ്യം വന്നു കഴിഞ്ഞാലും ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ടേക്ക് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ. സോ ഇനി മൂവ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ എക്സ് ആണ് കാണുന്നതെങ്കിൽ അല്ലെ, നമ്മൾ തിരിച്ച് മൂവ് ചെയ്ത് ഇവിടെ എക്സ് എത്തിക്കഴിഞ്ഞാലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എക്സ് എത്തണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ Q2ൽ നിന്ന് എവിടത്തേക്ക് പോകണം? സ്റ്റാർട്ടിങ് സ്റ്റേറ്റ് Q0ലോട്ടേക്ക് പോകുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇഫ് യു ഫൈൻഡ് ആൻ എക്സ് ഇൻ ദ ഇൻപുട്ട് ടേബിൾ, then we does not need to replace anything and we have to move towards the right. അതായത് ഇവിടെ എക്സ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് എവിടെയാണ് പോകേണ്ടത്? റൈറ്റിലോട്ടേക്ക് മൂവ് ചെയ്യുക. ദെൻ വി ഹാവ് ടു റീപ്ലേസ് എ വിത്ത് എക്സ്. അടുത്ത എനെ എക്സ് വെച്ച് റീപ്ലേസ് ചെയ്യും. ഇതുപോലെയാവും പിന്നെ നമ്മൾ സ്ട്രിങ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ എക്സ് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ പോയി കഴിഞ്ഞാൽ എഗെയിൻ അടുത്ത കേസിൽ എ ആണ് കാണുന്നതെങ്കിൽ വി ഹാവ് ടു റീപ്ലേസ്. ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പോകും. ഇവിടെ എത്തി തിരിച്ചിങ്ങോട്ടത്തും ഇങ്ങനെ തിരിച്ച് റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു ടാസ്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായോ? ഇനി അടുത്ത കേസിൽ എന്താ വരിക? എക്സ് വെച്ച് നമ്മൾ ഇവിടെ എത്തി, Q0ലാണുള്ളത്. Q0ൽ നിന്ന് എ കണ്ടു, എനെ എക്സ് വെച്ച് റീപ്ലേസ് ചെയ്തു, റൈറ്റിലോട്ടേക്ക് മൂവ് ചെയ്തു. റൈറ്റിലോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഫൈൻഡ് ചെയ്യുന്നു, ഒരിക്കൽ എ ഫൈൻഡ് ചെയ്തു. എ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? എഗെയിൻ നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റിലോട്ടേക്ക് മൂവ് ചെയ്യണം. വിത്തൗട്ട് ചേഞ്ചിങ് ദ ഇൻപുട്ട് സിമ്പിൾ എ, വി വിൽ മൂവ് ടുവേർഡ്സ് റൈറ്റ്. റൈറ്റിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എന്താ നമ്മൾ കണ്ടത്? വി ഹാവ് ഫൈൻഡ് ദ വൈ അല്ലേ, വൈ ആണ് കണ്ടത്. സോ വൈ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വൈ കണ്ടു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാതെ നമ്മൾ എവിടത്തേക്ക് പോകണം? റൈറ്റിലോട്ടേക്ക് പോകണം. സോ ഹിയർ ഇഫ് വി ഫൈൻഡ് എ വൈ, വി ഡസ് നോട്ട് നീഡ് ടു ഡു എനിത്തിങ്, ബട്ട് വി ഹാവ് ടു മൂവ് ടുവേർഡ്സ് ദ റൈറ്റ് ഹാൻഡ് സൈഡ് പോകുന്നതിന് പകരം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പറഞ്ഞു നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ റൈറ്റിലോട്ടേക്ക് നമ്മൾ മൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? അടുത്ത എൻ്റെ കൗണ്ട് തന്നെ നോക്കുക. അപ്പോൾ റൈറ്റിലെ മൂവ്മെൻറ്റ് വേണ്ട, ഇവിടത്തേക്ക് തന്നെ പോവുക, ലെഫ്റ്റിലോട്ടേക്ക് തന്നെ പോവുക. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ലെഫ്റ്റ് കൊടുത്താൽ മതി. വൈ ബാർ ബൈ ഓർ, അതായത് ലെഫ്റ്റ് ഡയറക്ഷനിലോട്ടേക്ക് മൂവ് ചെയ്യാം. ഇനി ലെഫ്റ്റ് ഡയറക്ഷനിലോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ കാണുന്നത്? ഫസ്റ്റ് എ ആണ് കാണുന്നത് അല്ലേ. ഇപ്പോൾ ലെഫ്റ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ ഫസ്റ്റ് എ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്താ പറയുന്നത്? ഇഫ് വി ഫൈൻഡ് ആൻ എ, വി ഡസ് നോട്ട് നീഡ് ടു ചേഞ്ച് എനി ഓഫ് ദ സിമ്പിൾ, വി ഹാവ് ടു അഗെയിൻ മൂവ് ടുവേർഡ്സ് ദ ലെഫ്റ്റ്. എഗെയിൻ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ടേക്ക് മൂവ് ചെയ്തു. അപ്പോൾ എവിടെയുള്ളത്? നമ്മൾ Q2ലാണ് ഉള്ളത്. And from Q2, if we find an x in the input tape, അതായത് ഈ ഒരു കേസ്, if we find an x in the input tape, we does not need to change any value of the symbol, and what we have to do? We have to move towards the right. റൈറ്റിൽ ഇവിടെ റൈറ്റ് ആണ് കൊടുത്തത്. വി ഹാവ് ടു മൂവ് ടുവേർഡ്സ് ദ റൈറ്റ്. ഇപ്പോൾ റൈറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇവിടെയാണുള്ളത്. അപ്പോൾ എന്താവും? ഇവിടെ എത്തി, Q0ലെത്തി. Q0ലെത്തി കഴിഞ്ഞാൽ അടുത്ത എന്താ? ഇഫ് യു ഫൈൻഡ് എൻ എ, വി ഹാവ് ടു റീപ്ലേസ് ഇറ്റ് വിത്ത് എക്സ്. അപ്പോൾ അടുത്ത കേസ് എങ്ങനെ വരും? എക്സ് എക്സ്, ഈ ഒരു എനെ നമ്മൾ എന്താ വെച്ച് റീപ്ലേസ് ചെയ്തു? എക്സ് വെച്ച് റീപ്ലേസ് ചെയ്തു. അടുത്ത വൈ, ഇവിടെ വൈ വരും, പിന്നെ ഒരു ബിയും വരും. ഓക്കെ. സോ ഈ ഒരു കേസാണ് നമ്മൾ പോകുന്നത്. മനസ്സിലായോ? ഇനി ഇവിടെ എത്തുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? എത്ര പ്രാവശ്യം എനെ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാലും, ഇപ്പോൾ ഈ ഒരു കേസ് നമ്മളെത്തി, വൈയിൽ എത്തി, ഇവിടെ ഈ ഒരു Q2ലാണ് ഉള്ളതെങ്കിൽ, then if we find a y, does not need to do anything, we have to move towards left. Again നമ്മൾ ലെഫ്റ്റിലോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് എ ഒന്നുമില്ല, എനെ ഒക്കെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് ആണ് ഇവിടെ കാണുക അല്ലേ. അപ്പോൾ എക്സ് ആണ് കാണുന്നതെങ്കിൽ നമ്മൾ ഇവിടെ എത്തും. ഇനിയിപ്പോൾ ഇവിടെ ഒരു വൈ ആണ് നമ്മൾ കാണുന്നതെങ്കിൽ, ഇപ്പോൾ ഇവിടെ സപ്പോസ് ഞാൻ ഈ ഒരു സ്റ്റേറ്റിലാണുള്ളതെന്ന് വിചാരിക്കുക, അതായത് എക്സ് 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 ഈ ഒരു ഫോമിലാണ് ഉള്ളതെന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഈ ഒരു സ്റ്റേറ്റിൽ വൈ കണ്ടു കഴിഞ്ഞാൽ അടുത്ത എന്താ ചെയ്യേണ്ടത്? ഇഫ് യു ഫൈൻഡ് എ വൈ, Q1ലാണുള്ളത്. ഇഫ് യു ഫൈൻഡ് എ വൈ, വി ഡസ് നോട്ട് നീഡ് ടു ഡു എനിത്തിങ് ആൻഡ് വി ഹാവ് ടു മൂവ് ടുവേർഡ്സ് റൈറ്റ് ഹാൻഡ് സൈഡ് അല്ലേ. ഒരു വൈ കണ്ടു കഴിഞ്ഞാൽ അടുത്ത നമ്മൾ ഒന്നും ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത വൈയിലോട്ടേക്ക് പോകണം.
ഓക്കെ, ഇനി അടുത്ത വൈയും എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ, ഇഫ് വി ഫൈൻഡ് എ വൈ വി ഹാവ് ടു മൂവ് ടുവേർഡ്സ് റൈറ്റ്. അതായത് ഇവിടെ ബി ഉണ്ടെങ്കിൽ വി ഹാവ് ടു മൂവ് ടുവേർഡ്സ് റൈറ്റ്. ഇനി ബി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്ത് ചെയ്യണം, വി ഹാവ് ടു റീപ്ലേസ് ഇറ്റ് വിത്ത് വൈ. ഇവിടെ വൈനെ വെച്ച് റീപ്ലേസ് ചെയ്യാം. ക്ലിയർ? ഇത്രയും പറഞ്ഞത് മനസ്സിലായോ? ട്രാൻസിഷൻ ഡയഗ്രം കംപ്ലീറ്റ് ആയില്ല. ഇത്ര വരെ ക്ലിയർ ആണോ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്ത്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഈ സ്റ്റേറ്റ് കംപ്ലീറ്റ് കഴിഞ്ഞു. ഇനി സപ്പോസ് ഇഫ് നമ്മളിവിടെ Q0 എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇഫ് വി ഫൈൻഡ് എ വൈ, നമുക്ക് ഏതാണ് കംപ്ലീറ്റ് നമ്മൾ എല്ലാം റീപ്ലേസ് ചെയ്ത് എക്സ് എക്സ് എസ് വൈ 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 ആയി. അടുത്തത് നമുക്ക് എന്താ ഉണ്ടാവുക, ബ്ലാങ്ക് ആണല്ലോ ഉണ്ടാവുക, ബി 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 അങ്ങനെയാണ് പോവുക. അപ്പോൾ നമുക്ക് ഇത്രയും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. എക്സ് ഫൈൻഡ് ചെയ്തു, അടുത്തത് വൈ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇപ്പോൾ സപ്പോസ് ഞാൻ ഇവിടെയാണ് ഉള്ളതെങ്കിൽ ഇനി അടുത്തത് എന്താണ്, വൈ ആണ് നമ്മൾ നോക്കേണ്ടത്. വൈ കണ്ടു കഴിഞ്ഞാൽ അടുത്ത റൈറ്റിലോട്ടേക്ക് മൂവ് ചെയ്യുക അല്ലേ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റിന് നമുക്ക് എന്ത് ചെയ്യാം, ഇഫ് യു ഫൈൻഡ് എ വൈ വി ക്യാൻ മൂവ് or we does not need to do anything, but we have to move towards right. ഇനി റൈറ്റ് പോകുമ്പോൾ ഇവിടെ എത്തിനെ എഗെയിൻ വൈ ആണ് കാണുന്നത്, എഗെയിൻ ഞാൻ ഇവിടെ പോകണം, ഈ വൈയിലോട്ടേക്ക് പോകണം അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ Q3 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇഫ് വി ഫൈൻഡ് എനി നമ്പർ ഓഫ് വൈ വി ഡസ് നോട്ട് നീഡ് ടു എനിത്തിങ് ആൻഡ് വി ഹാവ് ടു മൂവ് ടുവേർഡ്സ് റൈറ്റ് ഹാൻഡ് സൈഡ് അല്ലേ. ഒരു വൈ കണ്ടു കഴിഞ്ഞാൽ മാത്രം പോരാ, അടുത്ത എത്ര വൈ വന്നു കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യണം, അവിടെ നിന്ന് റൈറ്റിലോട്ടേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴാണ് ഇത് നമ്മൾ ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റിലോട്ടേക്ക് പോവുക, when we find the b we can say that this particular string is accepted by the Turing machine. So if we find a b, ഒരു b ഫൈൻഡ് ചെയ്യുവാണെങ്കിൽ അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം, if we find a blank symbol, b എന്ന് പറയുന്ന blank symbol, we does not need to do anything and we can move either right or we can move either left. ഇത് എന്താണെന്നുള്ള ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. either ലെഫ്റ്റ് കൊടുക്കാം ഇല്ലെങ്കിൽ റൈറ്റ് കൊടുക്കാം. then ബ്ലാങ്ക് സിമ്പിൾ ആയിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തും, വി വിൽ റീച്ച് അറ്റ് ദ ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റ്, ദാറ്റ് ഇസ് Q4. ക്ലിയർ? ഡൗട്ട് ഉണ്ടോ ഒന്നുകൂടി പറയണം. ഇനിയിപ്പോൾ സപ്പോസ് ഞാനൊരു സ്ട്രിങ് കൺസിഡർ ചെയ്യാണ്, എ എ എ എ ബി ബി ബി. ഓക്കെ, വിൽ ദി സ്ട്രിങ് വിൽ ബി ആക്സെപ്റ്റഡ് ബൈ എ ട്യൂറിംഗ് മെഷീൻ? ഈ ഒരു ഡിസൈൻ ചെയ്ത ട്യൂറിംഗ് മെഷീൻ ഈ സ്ട്രിങ്ങിനെ ആക്സെപ്റ്റ് ചെയ്യുമോ? No, because our language is a raised to n, b raised to n. So we must have equal number of a's and b's. ഇവിടെ equal number അല്ല, ഇത് 2 ആണ്, 3 ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ സപ്പോസ് ഐ എം കൺസിഡറിങ്, അല്ലെങ്കിൽ നമുക്ക് ഈ ട്രാൻസിഷൻ ഡയഗ്രാം വെച്ചിട്ട് ഇത് ശരിയാണോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ വി ഹാവ് 2 a's and 3 b's, then we will have a blank symbol. ഓക്കെ, ഇത് ബ്ലാങ്ക് സിമ്പിൾ ഇങ്ങനെ പോകും. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഐ ആം കൺസിഡറിങ് ദ ഫസ്റ്റ് ഇൻപുട്ട് സിമ്പിൾ, ദാറ്റ് ഈസ് എ. വി ആർ ഇൻ Q0യിലാണ് ഇപ്പോൾ ഉള്ളത് ആൻഡ് വി ആർ ടേക്കിംഗ് ദ ഫസ്റ്റ് ഇൻപുട്ട് സിമ്പിൾ എ. സോ എ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, വി ഹാവ് ടു റീപ്ലേസ് എ വിത്ത് എക്സ്. ഈ എനെ ഞാൻ എന്ത് ചെയ്തു, എക്സ് വെച്ച് റീപ്ലേസ് ചെയ്തു. ഓക്കെ, ദെൻ വി ആർ മൂവിങ് ടുവേർഡ്സ് ദ റൈറ്റ് ഹാൻഡ് സൈഡ്. ഇനി അടുത്ത റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യേണ്ടത്, Q1ലാണുള്ളത്. Q1ൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഇഫ് വി ഫൈൻഡ് ആൻ എ വി ഹാവ് ടു റീപ്ലേസ് ഓർ വി ഡസ് നോട്ട് നീഡ് ടു ഡു എനിത്തിങ് ആൻഡ് വി ഹാവ് ടു മൂവ് ടുവേർഡ്സ് ദ റൈറ്റ് ഹാൻഡ് സൈഡ്. എഗെയിൻ ഞാൻ ഇവിടെ എത്തി റൈറ്റ് ഹാൻഡ് സൈഡിൽ എത്തിക്കഴിഞ്ഞാൽ ഐ ആം ഇൻ Q1. സോ if I am in Q1, if we find a b, ഒരു b ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, we have to replace it with y and move towards the left hand side. So I am replacing this b with, ഇവിടെ b നെ ഞാൻ y വെച്ച് റീപ്ലേസ് ചെയ്തു. ഓക്കെ, and I have to move towards the left. again ഞാൻ ഇവിടെ എത്തി ലെഫ്റ്റിലെത്തി. So if we find a left ന് നമ്മൾ എന്താ ചെയ്യുന്നത്, Q2ലാണുള്ളത്. if we find an a, we does not need to do anything, but we have to move towards the left hand side. So ഞാൻ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെത്തി. ഓക്കെ, സോ നെക്സ്റ്റ് Q2ൽ നിന്ന് if we find an x, what we have to do, does not need to do anything, but we have to move towards the right hand side. again ഞാൻ ഇവിടെ പോയി അല്ലേ. then we have find an a. ഇനി ഇവിടെ Q0ലാണ് നമ്മളിപ്പോൾ കിടക്കുന്നത്. ഓക്കെ,
Now we are in Q0. So from Q0, if we find an A, what we have to do? ഇവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. We have to A ആണ് ഇപ്പോൾ ഫൈൻഡ് ചെയ്തത്. So we have to replace this A with X. Again ഞാൻ എന്ത് ചെയ്തു? ഈ Aനെ X വെച്ച് റീപ്ലേസ് ചെയ്തു. ഓക്കെ, ദെൻ ഇവിടെ എത്തിയല്ലോ, Q1 എത്തിയല്ലോ. ഈ Q1 നിന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നെക്സ്റ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് ഇഫ് വി ഫൈൻഡ് എ വൈ, നെക്സ്റ്റ് നമ്മൾ എവിടെയാണുള്ളത്? വി ഹാവ് ഫൈൻഡ് എ വൈ അല്ലേ? വൈ ഫൈൻഡ് ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത്? ഇഫ് യു ഫൈൻഡ് എ വൈ, വി ഡസ് നോട്ട് നീഡ് ടു ഡു എനിത്തിങ് ആൻഡ് വി ഹാവ് ടു മൂവ് ടുവേർഡ്സ് ദ റൈറ്റ് ഹാൻഡ് സൈഡ്. ഇവിടെ നിന്ന് പോയി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു. ഇനി എവിടെ എത്തി? Q1 നിന്ന് ഇഫ് യു ഫൈൻഡ് എ ബി, എന്ത് ചെയ്യണം? വി ഹാവ് ടു റീപ്ലേസ് ദിസ് ബി വിത്ത് വൈ അല്ലേ? വൈ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അഗെയിൻ നമ്മൾ എന്ത് ചെയ്യണം? ലെഫ്റ്റിലോട്ടേക്ക് മൂവ് ചെയ്യുക. ലെഫ്റ്റിലോട്ടേക്ക് മൂവ് ചെയ്തപ്പോൾ നമ്മൾ എന്താ കണ്ടത്? ഇവിടെ എന്താണ്? ഇപ്പോൾ ഇവിടെയാണുള്ളത്. വി ഹാവ് ഫൈൻഡ് വൈ അല്ലേ? Q2ലാണ് ഇപ്പോൾ കറൻ്റ്ലി ഉള്ളത്. ഇഫ് യു ഫൈൻഡ് എ വൈ, we does not need to do anything and but we have to move towards the left hand side. So y കണ്ടു കഴിഞ്ഞാൽ അഗെയിൻ നമ്മൾ എന്ത് ചെയ്യുക? ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ടേക്ക് പോയി. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് Q2ൽ നിന്ന് ഇഫ് യു ഫൈൻഡ് എൻ എക്സ്, വി ഡസ് നോട്ട് നീഡ് ടു ഡു എനിത്തിങ് ബട്ട് വി ഹാവ് ടു മൂവ് ടുവേർഡ്സ് ദ റൈറ്റ് ഹാൻഡ് സൈഡ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ പോകാനാണ് പറയുന്നത്. അഗെയിൻ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കളിക്കും അല്ലേ? ഇനി ഇവിടെ നിന്ന് ഇവിടെ എത്തി വൈ, ഈ Q0ലാണുള്ളത്. Q0ൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? വൈ ഫൈൻഡ് ചെയ്തപ്പോൾ എന്താ? അഗെയിൻ ഒന്നും ചെയ്യേണ്ട, തിരിച്ച് നമ്മൾ റൈറ്റിലോട്ടേക്ക് മൂവ് ചെയ്യുക. അഗെയിൻ നമ്മൾ വൈ ഫൈൻഡ് ചെയ്തു. സോ വി വിൽ റീച്ച് അറ്റ് Q3. ഫ്രം Q3 വി ഹാവ് ഫൈൻഡ് ദ ഇൻപുട്ട് സിമ്പിൾ വൈ. സോ ഇൻപുട്ട് സിമ്പിൾ വൈ ആയതുകൊണ്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം? അഗെയിൻ വി ഹാവ് ടു മൂവ് ടുവേർഡ്സ് ദ റൈറ്റ് ഹാൻഡ് സൈഡ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ മൂവ് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? ബി ആണ് ഇൻപുട്ട് ടേബിളുള്ളത്. നമ്മളിപ്പോൾ കറൻ്റ്ലി Q3ലാണ് ഉള്ളത്. ഫ്രം Q3, is there any transition for B? Is there any transition for the input symbol B in Q3? Q3യിൽ ട്രാൻസിഷൻ ഉണ്ടോ? Is there any transition for B in Q3? അഭിനവ്, തുളസി, ബ്ലാങ്ക് മാത്രമാണുള്ളത്. ബി എന്ന് പറയുന്ന ഒരു ഇൻപുട്ടിനില്ലല്ലോ. Q3യിൽ നിന്ന് രണ്ട് ഇൻപുട്ടിനാണുള്ളത്. ഒന്ന് എന്ന് പറയുന്നത് വൈക്കും, the next one is for B. സ്മോൾ ബിക്ക് നമുക്ക് എന്താ ട്രാൻസിഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല അല്ലേ? അപ്പം നമ്മൾ എന്തായി? ഈ Q3യിൽ നിന്ന് നമുക്ക് എവിടെയും പോകാത്തൊരു സിറ്റുവേഷൻ വരും. അതിനെയാണ് നമ്മൾ അവിടെ നിന്ന് Q3യിൽ വെച്ച് നമ്മൾ എന്താവും? ഈ കമ്പ്യൂട്ടേഷൻ ഹോൾട്ട് ആവും. ഓക്കെ, സോ വി വിൽ നോട്ട് ഫർദർ മൂവ് ടു ദ ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റ്. ഈ Q4ൽ വന്നാൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? we can say that this string is accepted. But നമ്മൾ ഇവിടെ എടുത്ത സ്ട്രിങ് എന്താണ്? We have considered the string A A B B B അല്ലേ? അപ്പോൾ ഈ സ്ട്രിങ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം this is not accepted by this Turing machine. പക്ഷേ ഈ ഒരു ട്രാൻസിഷൻ ഡയഗ്രാം വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ കൺസിഡർ ചെയ്യുക ബി എത്തിയപ്പോൾ നമുക്ക് എവിടെയും ഏതൊരു ട്രാൻസിഷൻ, അതായത് സ്റ്റേറ്റിലോട്ടേക്കും പോകാത്തൊരു സിറ്റുവേഷൻ വന്നു. So our Turing machine will halt in this situation without accepting the string. Okay, ഇനി സപ്പോസ് നമ്മളിവിടെ എ എ എ ബി ബി ബി, അതായത് ഈക്വൽ നമ്പർ ഓഫ് എസ് ആൻഡ് ബീസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എവിടെ എത്തും? ഈ Q0 എന്ന് പറയുന്ന ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റിലെത്തും. കാരണം ഇതിന് ശേഷം നമുക്ക് വരുന്നത് എന്താ? ഇവിടെ എക്സ് 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 ആകും, ഇവിടെ വൈ 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 ആകും. ദെൻ വി വിൽ ഹാവ് എ ബ്ലാങ്ക് സിമ്പിൾ. അപ്പോൾ ഇവിടെ കറസ്പോണ്ടിങ് Q3യിൽ നിന്ന് നമ്മൾ എത്ര വൈ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? റൈറ്റിലോട്ടേക്ക് മൂവ് ചെയ്യും. ആൻഡ് ഫ്രം Q3 ഇഫ് വി ഫൈൻഡ് എ ബി ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക? ഏത് സ്റ്റേറ്റിലോട്ടേക്ക് പോയി? വി വിൽ റീച്ച് അറ്റ് ദ Q4. അത് നമ്മൾ ലെഫ്റ്റോ റൈറ്റോ മൂവ്മെൻ്റ് ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം ബ്ലാങ്ക് ആണ്. ബ്ലാങ്കിനെ എങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാലും പ്രശ്നമില്ല. വി ഹാവ് റീച്ച്ഡ് അറ്റ് ദ ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റ്സ് Q4. So in this case, ഈ ഒരു കേസിൽ നമുക്ക് എന്താ പറയാം? this string will be accepted by this Turing machine. Okay, but ഈ ഒരു കേസിൽ നമ്മൾ എന്ത് പറഞ്ഞു? this string is not accepted by the Turing machine. Right? Is it clear? Is there any doubt? തുളസി, അഭിനവ്, സാരംഗ്, ശരിയാണോ? അടുത്ത ഒരു ക്വസ്റ്റ്യൻ തരാം. ആ ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് നോക്കാം. ഇതിൻ്റെ ട്രാൻസിഷൻ ഡയഗ്രാം നമുക്ക് വരയ്ക്കാനുണ്ട്. ട്രാൻസിഷൻ ഡയഗ്രാമാണ് നമ്മളിപ്പോൾ വരച്ചത്. നെക്സ്റ്റ് വി ക്യാൻ ക്രിയേറ്റ് ദ ട്രാൻസിഷൻ ടേബിൾ ഫോർ ദിസ് ഡയഗ്രാം.
ആൻഡ് നമുക്ക് വേണമെങ്കിൽ നമ്മൾ പി ഡി എയിൽ കാണിച്ചതുപോലെ ട്രാൻസിഷൻ ഓരോ 1 by 1 ആയിട്ട് സ്റ്റെപ്പ് വെച്ചിട്ടും നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ട്രാൻസിഷൻസ് നമുക്ക് കാണിക്കാൻ പറ്റും. ഐദർ വി ക്യാൻ റെപ്രസെൻറ്റഡ് ബൈ യൂസിങ് എ ട്രാൻസിഷൻ ടേബിൾ ഓർ ബൈ യൂസിങ് ഓരോ ലൈൻ ബൈ ലൈൻ ട്രാൻസിഷൻസ് നമ്മൾ ഇക്വേഷൻ പോലെ പറഞ്ഞില്ലേ, അതുപോലെ വേണമെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ, സോ next, write down a question, that is design a Turing machine for the language, a raised to n, b raised to n, design a Turing machine for the language a raised to n, b raised to n, c raised to n, L equal to a raised to n, b raised to n, c raised to n, where n greater than or equal to 1. സെയിം വേ തന്നെയാണ് വരിക. എന്താ വരിക, ഒരു എക്സ്ട്രാ ഒരു ടേം കൂടിയുണ്ട്, സി കൂടിയുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഐ വിൽ എക്സ്പ്ലെയിൻ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് ആൻഡ് വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ദ ട്രാൻസിഷൻ ടേബിൾ ആൻഡ് ദ ട്രാൻസിഷൻ സ്റ്റെപ്സ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ഡൗട്ട് എന്തെങ്കിൽ ചോദിക്കുക. Is there any doubt?